ഹായ്, ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, അവയ്ക്ക് എന്തെല്ലാം സൊല്യൂഷൻസ് നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് നൽകാൻ കഴിയും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത് ടെക്നോളജിയിലാണ്. ഓരോ ദിവസം മാറും തോറും ടെക്നോളജി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിലൊക്കെ. മുമ്പ് നമ്മൾ ട്യൂഷന് അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടൊക്കെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിലും അല്ലെങ്കിൽ ട്യൂഷന് പോയില്ലെങ്കിലോ അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോ ലാപ്ടോപ്പിലോ ഇതിലെല്ലാം അവൈലബിൾ ആണ്. കാരണം അത്രയും നമ്മുടെ ടെക്നോളജി വികസിച്ചു. സ്കൂളിലും അല്ലെങ്കിൽ മറ്റുള്ള ഓഫ്ലൈനിലും കാണുന്നതിനേക്കാൾ കൂടുതൽ റിസോഴ്സസ് നമുക്ക് അതിൻ്റെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ആയി. ഇപ്പോൾ നമുക്ക് പല എഡ്യൂടെക് കമ്പനീസും അല്ലെങ്കിൽ പല ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ നമുക്ക് 3D, AR, VR, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനത്തെ കുറേ ടെക്നോളജികൾ കൊണ്ടുവന്നു. അപ്പോൾ അതിനൊക്കെ പണ്ടൊക്കെ നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃകയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നൊരു ഹൃദയം കീറി മുറിച്ചതിൽ അതിൻ്റെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രന്ഥികളുടെ അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ഒക്കെ ഉള്ളിലൂടെയും അതിൻ്റെ ഒക്കെ പോയിട്ടുള്ള 3D രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിഷ്വലായിട്ട് കാണിച്ചു തന്നിട്ടും അത് അങ്ങനെയൊക്കെയാണ് ഇന്ന് ക്ലാസ്സുകൾ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ നമുക്ക് ഓരോ ടെക്നോളജികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനോട് പറയുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ മാർക്കറ്റിംഗ് കൊണ്ടും അല്ലെങ്കിൽ സെയിൽസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് അതായത് ഒരു ഇനീഷ്യൽ നമ്മുടെ ഫസ്റ്റ് ടച്ച് പോയിന്റ് ആണ്. എന്ത് ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സെയിൽ നടക്കണം അല്ലെങ്കിൽ അഡ്മിഷൻ നടക്കണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ അതിനെന്ത് വേണം, മാർക്കറ്റിംഗ് സെയിലും ചെയ്തേ മതിയാവുള്ളൂ. അവിടെ എന്തൊക്കെ നമുക്ക് ഈ ഒരു വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു, ടെക്നോളജിക്കൽ അഡ്വാൻസസ്, പിന്നെ കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള കോഴ്സുകൾ വരുന്നു. അതിനൊക്കെ നമുക്ക് മറികടന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ ഇൻടാഞ്ചിബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഇന്ന് പല പ്രൊഡക്റ്റുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ പ്രൊഡക്റ്റിന് തന്നെയുള്ളൊരു സംഭവമാണ്. നമുക്ക് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ പിന്നെ തൊട്ടറിയാനോ അതിനൊന്നും കാണാനോ അതൊന്നും കഴിയില്ല. ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ ടാഞ്ചിബിൾ ആക്കണം എന്ന് ആലോചിക്കുക. സപ്പോസ് നമുക്ക് സിലബസ് ഇന്നതാണ് അല്ലെങ്കിൽ ഇതിന്റെ വരുന്ന കരിക്കുലംസ് അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ്സ് ഇന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിപ്പോ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 3D അല്ലെങ്കിൽ AR, VR സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, ഇനി അതുമല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2D വീഡിയോസ് എങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ട് അവരെ മാക്സിമം കൺവിൻസ് ചെയ്യുക. അപ്പോൾ സപ്പോസ് നമുക്ക് ചിലപ്പോൾ എന്ത് വേണ്ടിയും ഒരു ഡെമോ ക്ലാസ്സുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ കോമൺ പ്രോബ്ലംസിൽ നമുക്ക് വരുന്നതാണ്, എല്ലാ മേഖലയിലും വരുന്നതാണ്. ഒരാൾ എൻക്വയറി നടത്തുമ്പോൾ അയാൾക്ക് കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെ, ഡിലേ ഇൻ റെസ്പോൺസ്. അത് എല്ലാ ബിസിനസ്സിലും, ഈ ഒരു എഡ്യൂക്കേഷണൽ ബിസിനസ്സിലും പ്രത്യേകിച്ചും കൂടുതലാണ്. പിന്നെ ഫോളോ അപ്പിൽ ഡിലേ വരുന്നത്. നമുക്ക് ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചോയ്സുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അവർ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുന്നില്ല? നിങ്ങൾ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ലീഡിന് വേണ്ടിയിട്ട് അങ്ങനെ കോസ്റ്റ് ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റംസ് അല്ലെങ്കിൽ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെലവഴിക്കുന്നില്ല? നമ്മൾ പറയും ആന വാങ്ങിയിട്ടുണ്ടെങ്കിൽ തോട്ടി വാങ്ങാൻ അത്ര ചെലവൊന്നുമില്ല. അതേ ഒരു സിസ്റ്റം തന്നെ നിങ്ങൾ ഒരു 1000-2000 രൂപയ്ക്ക് ഒരു ദിവസം ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ ദിവസം ഒരു 100 രൂപ 200 രൂപ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ വിർച്വൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മാർക്കറ്റിംഗ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വരും. എന്നാലേ കാര്യമുള്ളൂ. പിന്നെ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് ഇതിൽ വരുന്നത്? ഒരു സിമ്പിൾ വിർച്വൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. വരുന്ന ലീഡുകൾക്ക് അവർക്ക് അനുസരിച്ചുള്ള റിപ്ലൈകളോ അവർക്ക് അനുസരിച്ചുള്ള ആൻസേഴ്സും പോകുന്ന രൂപത്തിലൊക്കെ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ CRM-ഉമായിട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം. പലരും CRM ഉപയോഗിക്കുന്നുണ്ടാവില്ല. സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന CRM-കൾ ഒട്ടനവധി ഉണ്ട്. ഞാൻ ഒന്നുമല്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ ഷീറ്റ്. ഈ ഗൂഗിൾ ഷീറ്റ് വഴിയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് വരുന്നവരുടെ ഡാറ്റ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഫോളോ
അപ്പ് ചെയ്യാനുള്ള അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാം. ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പോകണം എന്നൊന്നും ഞാൻ പറയില്ല. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓട്ടോമാറ്റഡ് റെസ്പോൺസസ്, പ്രൊമോഷൻ ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫർദർ ഡേയ്സിലൊക്കെ കൊടുക്കുക. കൺവേർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫർദർ ഡേയ്സിനൊക്കെ കൊടുക്കുക. പിന്നെ സെഗ്മെന്റേഷൻ, ഓരോ സെഗ്മെന്റ് അല്ലെങ്കിൽ ഓരോ കോഴ്സിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ അവരെ റീടാർഗറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരേ കണ്ടന്റ് കൊടുക്കുന്നതിന് പകരം, അപ്പോൾ സപ്പോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാവും. എല്ലാവർക്കും നിങ്ങൾ എല്ലാതും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഒരു കോഴ്സിനെ കുറിച്ച് എൻക്വയറി നടത്തുന്നവർക്ക് അവർക്ക് ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫീഡ്ബാക്ക് ആൻഡ് സർവീസ്. എപ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം, അവരുടെ റെസ്പോൺസസ് കളക്ട് ചെയ്യാം. സർവേകൾ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ സർവേകൾ നടത്തുക. ഇത് നമുക്ക് ഇംപ്രൂവ്മെന്റിനുള്ള ചാൻസ് ആണ്. നമുക്ക് നമ്മുടെ സിസ്റ്റംസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റിനും സ്റ്റാഫിന്റെ ഇംപ്രൂവ്മെന്റിനും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജിങ് ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും അവർക്ക് ഉതകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഇവന്റ്സ് ആൻഡ് പ്രൊമോഷൻ റിമൈൻഡേഴ്സ്, നിങ്ങളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള അഡ്മിഷന്റെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ഇവന്റ്സ് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓരോ പ്രൊമോഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റ് നടക്കുന്നത് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സപ്പോസ് കൂടാതെ റിമൈൻഡേഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എത്രത്തോളം നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. അല്ലാണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഓരോ ഫീൽഡിലും പല വിധത്തിലുള്ള ആളുകളുണ്ട്. ഇന്നോവേറ്റേഴ്സ് ഉണ്ട്, ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, ഏർലി മെജോറിറ്റി ഉണ്ട്, ലേറ്റ് മെജോറിറ്റി ഉണ്ട്. അത് ഓരോ സംഭവങ്ങളും മുൻകൂട്ടി കൊണ്ടുവരുന്നവരും മുൻകൂട്ടിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നവരൊക്കെ. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തിനു ചെയ്യണം എന്ന് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ചോദിച്ചിട്ടോ കാര്യമില്ല. ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നതാണ്, ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ടോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഇന്നോവേറ്റർ ആവണം. അത് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ ഇന്നോവേറ്റ് ചെയ്യാം, സെയിൽസിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഇന്നോവേറ്റ് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സിൽ ഇന്നോവേറ്റ് ചെയ്യാം, എന്തിലും ഇന്നോവേറ്റ് ചെയ്യാം. അല്ലാതെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലേ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകത്ത് ഇത്രയധികം പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകളോ വരില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ ആളുകളെ കിട്ടില്ല. സപ്പോസ് നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിന്റെ കേസ് എടുത്താൽ തന്നെ ഇത്ര പുതിയ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പലരോടും പറയുമ്പോൾ അത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇത്രയും ബെനിഫിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കാണ് ഈ വീഡിയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചാണ് ഞാൻ ഈ കണ്ടന്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. എനിവേ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ഹെൽപ്പ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എനിവേ, wish you all the best. Thank you.